നമ്മുടെ കുട്ടികൾ പഠനത്തിൽ പുറകെ പോകുന്നു എന്നാണ് പല രക്ഷിതാക്കളുടെ ഒരു പരാതി. ഒക്കും കുട്ടികൾക്ക് വായനാശീലമില്ലെന്ന്. നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ പഠിക്കാൻ കയറുന്ന സമയത്ത് പഠിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടികളോട് പഠിക്കാനെന്ന് പറയേണ്ട. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത്, ഒന്നുകിൽ അവൻ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളാകാം, അല്ലെങ്കിൽ ചരിത്രമാകാം, നോവലാകാം, ഏതെങ്കിലും ഒരു പുസ്തകമൊക്കെ എടുത്ത് ഒന്ന് വായിച്ചു നോക്കാൻ സ്ഥിരമായൊരു ശീലം മാതാപിതാക്കളുണ്ടായാൽ കുട്ടികൾ തനിയെ വായനാശീലം ഉണ്ടായിക്കൊണ്ട്. ഒപ്പം തന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു സ്വന്തമായിട്ട് ലൈബ്രറി വേണം. പല കാര്യങ്ങൾക്ക് നമുക്ക് പണം നമ്മൾ ചെലവഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വായനാശീലം. അപ്പോൾ അതിലേക്ക് നമ്മുടെ മറ്റ് ചിലവുകളോടൊപ്പം തന്നെ ഒരു പുസ്തകങ്ങൾ മേടിച്ച് ശേഖരിക്കുവാൻ കഴിയണം. അങ്ങനെ വീടിനോട് ചേർന്ന് തന്നെ നമ്മുടെ ചെറിയ ലൈബ്രറി, എല്ലാ വീടുകളിലും ഒരു അലമാരൊരു ചെറിയ ലൈബ്രറിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ പുസ്തകം എല്ലായിടത്തും മറിച്ച് നോക്കിയില്ലെങ്കിലും ആ പുസ്തകത്തിലെ പേരെങ്കിലും, പുറം പേജ് കണ്ട പേര് ആരെഴുതിയതാണ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാവും. സമയം കിട്ടുമ്പോൾ നമ്മളൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ തയ്യാറായാൽ നമ്മളിലേക്ക് ഒട്ടേറെ അറിവുകളെത്തുമെന്ന് മാത്രമല്ല, നല്ല ചിന്തകൾ, അറിവുകളെത്തും, നല്ല ചിന്തകൾ വരും. ആ ചിന്തകൾ വരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഗുണകരമായി മാറും. അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു നല്ല സന്തോഷം കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വായനാശീലം. അത് വളർത്തുവാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ ഒരു ലൈബ്രറി നമ്മൾ സ്വന്തമായി തുടങ്ങുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും.